തങ്ങൾ പറയുകയാണ്, ഓ മുഅ്മിനേ, നീ മരിക്കുന്ന സമയത്ത് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത്, ഓ മുസ്ലിമേ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മൻ ഫാറഖ റൂഹു ജസദഹു, ഒരു മനുഷ്യന്റെ ആത്മാവ് അവന്റെ ശരീരവുമായി വിട്ടുപിരിയുമ്പോ 3 കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? 3 കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവനായിട്ട് ഒരു മനുഷ്യന് മരിക്കാൻ സാധിച്ചു പോയാൽ ദഖലൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. മരിക്കുന്ന സമയത്ത് 3 നിലക്കായില്ലെങ്കിൽ, 3 കാര്യങ്ങളിൽ നിന്ന് വഴിവായ നിലക്കൊരു മനുഷ്യൻ മരണപ്പെടാൻ സാധിച്ചാൽ ദഖലൽ ജന്ന എന്നാണ് പറഞ്ഞത്. ഉറപ്പായിട്ടും അവൻ സ്വർഗത്തിലാണ്. ഒന്ന് എന്താണെന്നറിയുമോ? ഒന്നാമത്തത് അൽ കിബ്റു, ഒന്ന് അഹങ്കാരമാണ്. അഹങ്കാരമില്ലാത്തവനായിട്ട് ജീവിച്ചിട്ട് വളരെ താഴ്മയോടുകൂടി ജീവിച്ച് മരിക്കുന്ന ആളുകളാണ് സ്വർഗം. രണ്ടാമത് പറയുന്നത് വൽ ചതിയാണ്. രണ്ടാമത് പറയുന്നത് ചതിയാണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ ചതി വന്നുപോയാൽ അവൻ ഈമാനില്ലാതെയായി പോകും, അവൻ സ്വർഗത്തിൽ കാണൂല. രണ്ടാമത് ചതിയാണ്. ആ ചതിയിൽ നിന്ന് മരിക്കുന്ന സമയത്ത് രക്ഷപ്പെട്ടിട്ട് മരിക്കണം. മൂന്നാമത് പറയുന്നത് കടമാണ്. കടത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഒന്ന് കിബർ, 2 ചതി, 3 കടം. അല്ലാഹു തആല കടങ്ങളെ തൊട്ട് കാത്ത് സലാമത്താക്കട്ടെ. കടങ്ങൾ ഇല്ലാത്തവർ ആരും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കടം വാങ്ങൽ, കടം ചോദിക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. കടം ചോദിക്കൽ നിഷിദ്ധമായ മേഖലയും ഉണ്ട്. കടം ചോദിച്ചാൽ കടം കൊടുക്കൽ സുന്നത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഒരു കട്ട വെള്ളി ഒരു മനുഷ്യന് കടം കൊടുത്തു. ഒരു വെള്ളി ഒരു മനുഷ്യൻ, മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. അവിടെ പ്രയോഗിച്ചത് വെള്ളി എന്നാണ്. അതിന്റെ സ്ഥാനത്താണ് സ്വർണം, പണം. എന്താണെങ്കിലും അതേ സ്ഥാനത്ത് ആണ്. അങ്ങനെ ഒരാള് കടം ചോദിച്ചു വന്നപ്പോ ഒരു വെള്ളി എടുത്തിട്ട് അങ്ങോട്ട് സദഖ കൊടുത്താൽ, പിന്നെ കടം കൊടുത്താൽ ഇന്ന് 5-ാം തീയതി, അടുത്ത 5-ാം തീയതി തിരിച്ചു തരണം എന്ന നിബന്ധനയോടുകൂടി കടം കൊടുത്താൽ അങ്ങനെ തിരിച്ചു കൊടുത്തു. അങ്ങനെ അതേ കടം വാങ്ങിയ മനുഷ്യൻ രണ്ടാമതും വന്നിട്ട് കടം ചോദിച്ചു. അങ്ങനെ രണ്ടാമതും ഒരു വെള്ളി കടം കൊടുത്തു. അതും നിശ്ചിത സമയം വന്നപ്പോ തിരിച്ചു കൊടുത്തു. എന്നാൽ 2 പ്രാവശ്യം കടം ചോദിച്ചു വന്ന മനുഷ്യന് 2 പ്രാവശ്യം 2 വെള്ളി നീ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കടം കൊടുത്ത 2 വെള്ളിയും നിനക്ക് കിട്ടി. ആ 2 വെള്ളി സ്വതക്ക കൊടുത്ത കൂലിയും നിനക്ക് കിട്ടി. അങ്ങനെ കടം കൊടുക്കൽ സുന്നത്താണ്. കടം കൊടുക്കുന്ന സമയത്ത് നിബന്ധനകൾ പാടില്ല. ഞാനിപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് നാളെ 10,000 ഉറുപ്പിക എനിക്ക് ആവശ്യമുണ്ട്, കടം ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു കടം തരാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്റെ ഒരു കിടാനെ ഒരാഴ്ച ട്യൂഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുക്കണം. ഇത് പാടില്ല. ഞാൻ ട്യൂഷൻ എടുത്താൽ അതിന് എന്തെങ്കിലും സംഖ്യ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിശ്ചിത സമയത്ത് കൊടുക്കണം. അല്ലാതെ ആ ട്യൂഷൻ എടുക്കുക എന്നുള്ളത് കടം കൊടുക്കുമ്പോ നിബന്ധനയായി പറയാൻ പാടില്ല. അത് പലിശയുടെ ഭാഗത്തേക്ക് നീങ്ങിപ്പോകും. ഇപ്പൊ നിങ്ങളെ വീട്ടിൽ നാളെ രാവിലെ ഒരാൾ വന്നിട്ട് കടം ചോദിച്ചു, ഒരു 10,000 ഉറുപ്പിക നിങ്ങൾ എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു സമയം കിട്ടിയെങ്കിൽ ഒന്ന് വന്നിട്ട് മുറ്റത്തുള്ള പുല്ലൊന്ന് എടുത്തു തരണോ. ഇത് പലിശയാണ്. പുല്ലെടുക്കാൻ വേണ്ടി വിളിക്കാം,
പക്ഷേ പുല്ലെടുത്തതിന്റെ ശമ്പളം കൊടുക്കണം. കടം കൊടുത്തത് വേറെയാ. അതേ സമയത്ത് കടം വാങ്ങിയ മനുഷ്യൻ, ആ മനുഷ്യൻ ആചാര്യ വീട്ടിലേക്ക് പോയപ്പോ 10,000 ചോദിച്ചു. അദ്ദേഹം 10,000 എനിക്കെടുത്തു തന്നു. അൽഹംദുലില്ലാ, വലിയ സന്തോഷമായി, എന്റെ വലിയ ഒരു കാര്യം സാധിച്ചു, അൽഹംദുലില്ലാ. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പിറ്റേന്ന് രാവിലെ പോയിട്ട് അയാളെ മുറ്റത്തുള്ള 4 കല്ലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു. കുറച്ച് പുല്ലെല്ലാം അദ്ദേഹത്തിന്റെ വകയായിട്ട് അദ്ദേഹം എടുത്തു. അത് നല്ലതാ. കാരണം ഒരാൾക്ക് ഹെൽപ്പ് ചെയ്താൽ അതിനേക്കാൾ മെച്ചപ്പെട്ട നിലക്ക് മറുഭാഗത്തേക്ക് ഹെൽപ്പ് ചെയ്യണമെന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം, ഇസ്ലാമിന്റെ മെസ്സേജ്. അങ്ങനെയാ. അല്ലാതെ കടം വാങ്ങുന്ന സമയത്ത് നിബന്ധന പറയാൻ, ഈ നിലക്കുള്ള നിബന്ധന പറയാൻ പാടില്ല. പിന്നെ കടം ചോദിക്കുന്ന ആളുകൾ അതിന്റെ വഴി കാണാതെ കടം ചോദിക്കാനും പാടില്ല. അതിന്റെ വഴി കണ്ടെത്തിയിട്ട് ആ കടം വാങ്ങണം, കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആ സമയം വരുമ്പോൾ ഒന്നിക്കൽ പൊരുത്തപ്പെടാൻ വേണ്ടി പറയണം. അല്ലെങ്കിൽ അവധി സമയം 10-ാം താരീഖാണെങ്കിൽ അടുത്ത 10 വരെ, ഒരു മാസം നീട്ടിക്കിട്ടാൻ വേണ്ടി സമയം സാവകാശം ചോദിക്കണം. ഇതാണ് മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം തരുന്ന സന്ദേശങ്ങൾ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പറഞ്ഞു വരുന്നത് നമ്മൾ കിബിറന്മാരാകാൻ പാടില്ല. ഒരിക്കലും നമ്മുടെ മനസ്സിൽ കിബിർ വരാൻ പാടില്ല. 3 കാര്യത്തിൽ നിന്ന് ഒഴിവായ നിലക്ക് ഒരു മനുഷ്യന് മരണപ്പെടാൻ ഭാഗ്യം കിട്ടിയാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നു കേട്ടോ. ഒന്നാമത്തത് അഹങ്കാരമാണ്, രണ്ടാമത്തത് ചതിയാണ്, മൂന്നാമത്തത് കടമാണ്. എന്താണ് കിബർ എന്ന് പറഞ്ഞാൽ? മറ്റവനേക്കാൾ ഞാൻ മോശമില്ല എന്ന് ചിന്ത വരലാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോ ഇവിടെ വയല് പറയുമ്പോ ഞാൻ എന്റെ മനസ്സിലുണ്ട്, മോശമില്ല, എന്റെ വയലൊന്നും മോശമില്ല, ഈ ഉസ്താദ്മാർക്കൊന്നും എന്നെ പോലെ വയല് പറയാൻ അറിയില്ല. എന്റെ മനസ്സിൽ വന്നു പോയാൽ എന്റെ പീസ് പോയി മനുഷ്യന്മാരെ. മറ്റൊരാളേക്കാൾ സ്വന്തം മോശമില്ല എന്ന് വിചാരിക്കലാണ്. അതൊരു പക്ഷേ ഇൽമു കൊണ്ടാകാം, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ കൊണ്ടാകാം, അല്ലെങ്കിൽ തറവാട് കൊണ്ടാകാം, അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടാകാം, അല്ലെങ്കിൽ ശക്തി കൊണ്ടാകാം, അല്ലെങ്കിൽ മുതൽ കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് അനുയായികളുണ്ട്, അവനിക്ക് ഒരുപാട് സഹായികളുണ്ട്. ഇതുകൊണ്ടൊക്കെ കിബിർ വരാം. കിബിർ വരുന്ന വഴികളാണ് ഈ എണ്ണി പറഞ്ഞത്. മനുഷ്യന് കിബിർ വരുന്ന വഴികൾ ഒരു പക്ഷേ ഇൽമ്. എങ്ങനെയാണ് ഇൽമു കൊണ്ട് കിബിർ വരുന്നത്? ഫൽ ആലിമു യസ്തഅലിമു നഫ്സഹു ബിഇൽമി അലൽ ജാഹിൽ. ഒരു ഇൽമുള്ള പണ്ഡിതൻ ഇൽമില്ലാത്ത പാമരനായ മനുഷ്യനെ കാണുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നു, ഞാനിപ്പോ മോശമില്ല, എന്നത്ര ഈ മസ്അല ഓനിക്കറിയില്ല, എന്റെ അത്ര ഇൽമ് എന്റെ മുന്നിലുള്ളവരിക്കില്ല, അവൻ ജാഹിലാണ്, ഞാൻ ആലിമാണ് എന്നൊരു മനുഷ്യന്റെ, ഒരു ആലിമിന്റെ മനസ്സിൽ വന്നുപോയാൽ ഇൽമിന് വിലയില്ല. പണ്ഡിതന്റെ അഹങ്കാരമാണ്. അതേ സമയത്ത് രണ്ടാമത് ഔ അമലിൻ, ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിലാണ് അഹങ്കാരം വരുന്നത്. ഒരു ജോലി എടുക്കുന്ന മനുഷ്യന്റെ ചിന്തയാണ്, എന്നെ പോലെ പണിയെടുക്കാൻ മറ്റവർക്ക് കഴിയില്ല, എന്നെ പോലെ പണിയെടുക്കാൻ മറ്റവർക്ക് കഴിയില്ല. അല്ലെങ്കിൽ ഒരു ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യനാണ്, എന്നെ പോലെ നിസ്കരിക്കാൻ അവർക്ക് കഴിയില്ല, എന്നെ പോലെ നോമ്പെടുക്കാൻ കഴിയില്ല, എന്നെ പോലെ വയല് പറയാൻ കഴിയില്ല, എന്നെ പോലെ നിരന്തരം ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, എന്നെ പോലെ നിരന്തരമായി ഉംറ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അമലുകളിൽ വന്നു പോകുന്ന പൊങ്ങച്ചമാണ്, അഹങ്കാരമാണ്. ആ അമലിന് പ്രതിഫലമില്ല.